പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബിയുടെ ജീവിതം സേഫാക്കാൻ നമ്മുടെ നാഗേന്ദ്രനും ഡേവിഡും അവൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. നവ്യ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് അവളുടെ ഉദ്ദേശം എന്നുള്ളത് നിരീക്ഷിക്കാനൊക്കെ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ കരടായിട്ടുള്ള അനഘയുടെ കാര്യമാണ് ഇപ്പോൾ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയുന്നുണ്ട്, അനഘ സംസാരിച്ചു തുടങ്ങിയാൽ അത് ഏറ്റവും വലിയ തെളിവായി മാറും. ആ പെൺകൊച്ചി ഇപ്പോൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയല്ലേ, എന്നാൽ പിന്നെ ആ കഷ്ടപ്പാട് നമുക്കങ്ങ് തീർത്ത് കൊടുത്താലോ എന്നൊക്കെ നാഗേന്ദ്രൻ ഡേവിഡിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡേവിഡ് പറയുന്നുണ്ട്, സാർ ഉദ്ദേശിച്ചത് അവളെ കൊല്ലാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ, അവളെ ഇല്ലാതാക്കണം. അവൾ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നവ്യയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തെളിവാണത്. അപ്പോൾ അതിന് നമുക്ക് എതിർക്കാനോ ഒന്നും സാധിക്കില്ല. ജീവിച്ചിരിക്കുന്ന ആ ഒരു തെളിവ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം എന്നൊക്കെ അവർ തീരുമാനിച്ച് ഇറങ്ങുകയാണ്. അതേസമയം നമ്മുടെ നയനയും ആദർശമാണെങ്കിൽ അനഘയുടെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് അവർ സംസാരിക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട്, ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് അവൾ റിക്കവറായി വരുന്നു എന്നാണ്. കുറച്ച് കഴിഞ്ഞാൽ അവൾ സംസാരിച്ച് തുടങ്ങും. മരുന്നുകളോടൊക്കെ പ്രതികരിച്ച് വളരെയധികം മെച്ചപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ അനഘ മാറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അവൾ സംസാരിക്കാൻ തുടങ്ങും. അത് നമുക്ക് ഏറ്റവും വലിയ തെളിവാകും. പിന്നെ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അബിയെ പൂട്ടാൻ വളരെ എളുപ്പമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, അനഘ റിക്കവറായി വരുന്തോറും എനിക്ക് ടെൻഷൻ കൂടി വരികയാണ്. കാരണം ഏറ്റവും വലിയ തെളിവായ അനഘയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എല്ലാവരും. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം കണക്കുകൂട്ടലുകൾ നോക്കുമ്പോൾ അബിക്ക് ഒരു കൂട്ടായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ശത്രു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അബിയുടെ ജീവിതം സേഫ് ആക്കാനുള്ള ഒരു ശ്രമത്തിന് അനഘയെ ഇല്ലാതാക്കാനും അവരും ശ്രമിക്കും, അബിയും ശ്രമിക്കും. അബി അവളെ കൊല്ലാൻ വരെ മടിക്കത്തില്ല. ഇതിനു മുമ്പ് ശ്രമിച്ചതാണല്ലോ. പക്ഷേ നമ്മൾ അനഘയുടെ ചന്തുമോളുടെ അച്ഛനാണ് അവനെ എന്നുള്ളത് പറഞ്ഞത് അവനെ ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണല്ലോ അവനൊന്ന് ഒതുങ്ങി നിന്നത്. നമ്മുടെ ഭീഷണി പ്രകാരമാണ് അവളുടെ അടുത്തേക്ക് ഇപ്പോൾ പോവാത്തത്. പക്ഷെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. തെളിവുകൾ കൂടി വരുന്തോറും അനഘയുടെ ജീവൻ ആപത്താണ്. അവളെ നമുക്ക് അവിടെ നിന്നൊന്ന് മാറ്റിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നവ്യയാണെങ്കിൽ, അതേസമയം നമ്മുടെ നവ്യയാണെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലാണ്. ചന്തുമോളുടെ അച്ഛൻ അബിയാണോ? അവർ ഡേവിഡ് പറഞ്ഞതൊന്നും നവ്യയ്ക്ക് അത്ര വിശ്വാസം വന്നിട്ടില്ല. കൂട്ടുകാരിയുമായിട്ടൊക്കെ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ നാഗേന്ദ്രനും ഡേവിഡും അനഘയുടെ അടുത്തേക്ക് എത്തുന്നത്. എന്നിട്ട് അനഘയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെയൊക്കെ അറിയോ, നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഞങ്ങളെ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അനഘ ചിന്തിക്കുന്നുണ്ട്, ഇതുവരെ കാണാത്ത ആളുകളാണല്ലോ, ഇനി എന്നെ എന്തെങ്കിലും ചെയ്യാനാണോ, എന്നെ രക്ഷിക്കാനാണോ വന്നിരിക്കുന്നത്? രക്ഷിക്കാൻ എന്തായാലും ആരും വരത്തില്ല. അതിന് നയനേട്ടതയും ആദർശനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വേറെ ആര് വന്നാലും അവരെന്നെ കൊല്ലാനായിരിക്കും എന്നുള്ള ഒരു ഭയത്തിലാണ് അനഘ നിൽക്കുന്നത്. അങ്ങനെ നിന്നെ രക്ഷിക്കാനാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അനഘയ്ക്ക് ചെറിയ സംശയം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ഡേവിഡിനോട്, എന്നാൽ പിന്നെ നീ അവളെ അങ്ങ് ഡേവിഡേ എന്ന് പറയുകയാണ്. അങ്ങനെ അനഘയുടെ നേരെ കൈകൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് തലയണയെടുത്ത് അവളെ ശ്വാസം മുട്ടിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ അനഘയെ അവിടെ നിന്ന് മറ്റൊരു ഇടത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള വരവിലാണ് നമ്മുടെ നയനയും ആദർശും. അപ്പോൾ നാഗേന്ദ്രനും ഡേവിഡും ചേർന്ന് അനഘയെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് അവരിങ്ങോട്ട് എത്തുമോ, അനഘയെ രക്ഷിക്കാനാകുമോ എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം.